നമ്മുടെ കോഴിക്കോടിൻ്റെ അഭിമാനമായിരുന്നു മലയാളികളുടെ സാഹിത്യ സാംസ്കാരിക മേഖലയിൽ അന്യുത്യ പീഠകളിൽ ഇരിക്കുന്ന പലരും എം.ടിയുടെ സ്വന്തക്കാരും വലിയ വിശാലമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലോകം. ആ വിശാലമായ ലോകത്തിൻ്റെ ഒരു കോണിൽ ഇരുന്നുകൊണ്ട് കൂടല്ലൂർ എന്ന ഗ്രാമത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അവിടുത്തെ നന്മകളെയും തിന്മകളെയും സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള ഉപകരണമായി പ്രയോഗിക്കാൻ ഇടപെടാൻ ചെറുപ്പക്കാർക്ക് ഇടം നൽകിയ മാർഗദർശിത്വം നൽകിയ അസാധാരണ വൈഭവമുള്ള എഴുത്തുകാരനായിരുന്നു. ആ എഴുത്തിലെ സാന്ദ്രത, എഴുത്തിലെ ആർദ്രത എല്ലാവരെയും സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന വിചാരമായിരുന്നു. പല എഴുത്തുകാരും നമ്മുടെ ഈ കേരളത്തിലുണ്ട്, ഈ കോഴിക്കോടും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മൗനത്തെ വാചാലമാക്കുന്നതെയും മൗനം ഒരു പുനർജനിയുടെ തുടക്കത്തിലുള്ള വലിയൊരു സ്തംഭനമാണ്. മൗനം ഒരു തുടക്കമാണ്. മൗനത്തിൻ്റെ വാൽമീകത്തിൽ നിന്നും പുറത്തു വരുന്ന വാക്കുകളും വാചകങ്ങളുമാണ് എം.ടിയെ ശ്രദ്ധേയനാക്കിയത്, അദ്ദേഹത്തെ സാഹിത്യ വിമർശകനാക്കിയത്, സാഹിത്യകാരനാക്കിയത്, കഥാകാരനാക്കിയത്, നമ്മുടെ നാടിൻ്റെ സുഹൃത്തായി സമ്പത്തായി മാറിയിട്ടുള്ളത്. ആ മൂല്യമായ നിധി ഇനി ഓർമ്മയിൽ മാത്രം നമുക്ക് കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നതാണ്. ആ ഓർമ്മകൾ കാലാനുവർത്തിയാണ്. കാലാനുവർത്തിയായ അത്തരം ഓർമ്മകൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള പടവാളായി ഉപയോഗിക്കുക എന്നതാണ് ആ വലിയ മനുഷ്യനോട് നമുക്ക് ചെയ്യാവുന്ന നീതി. ആ നീതി നമ്മൾ കാണിക്കുമെന്ന പ്രതിജ്ഞയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ചെയ്യേണ്ടത്. അദ്ദേഹത്തിൻ്റെ ചരമത്തിൽ കേഴുന്ന മലയാളികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംതൃപ്ത കുടുംബാംഗങ്ങളോട് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേർന്നതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം.